സ്പീക്കർ വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. എല്ലാ വിഷയത്തിലും അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി. അനുവദിച്ചില്ലെങ്കിൽ സഭ നടക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവും തിരിച്ചടിച്ചു. കക്ഷിയോഗത്തിന് ശേഷം പ്രതിപക്ഷ പ്രതിഷേധം സഭയിൽ ആവർത്തിച്ചതോടെ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. അതേസമയം 5 UDF MLA-മാർക്കെതിരെയും 2 ഭരണപക്ഷ MLA-മാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇന്നേ വരെ സഭയുടെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ചെയറിൻ്റെ ചേംബർ തന്നെ ഉപരോധിക്കുന്ന നില സ്വീകരിച്ചു. ഏതായാലും കക്ഷി നേതാക്കളുടെ യോഗമൊക്കെ ചേർന്നിട്ടുണ്ട്. തുടർന്ന് എല്ലാവരും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിർഭാഗ്യകരമായ സംഭവങ്ങളാണ്, നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് എന്ന് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഞങ്ങൾ ഉപരോധ സമരമല്ല, ഞങ്ങൾ സ്പീക്കറുടെ സഭയുടെ മുമ്പിൽ ഒരു സത്യാഗ്രഹ സമരമാണ് നടത്തിയത്. കാരണം റൂൾ 50 എന്ന് പറയുന്ന അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു അവകാശം. വിശദാംശങ്ങളുമായി ശരത് തിരുവനന്തപുരത്ത് നിന്നും ചേർന്നുണ്ട്. ശരത്, സ്പീക്കർ വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പോലും വാക്പോരുണ്ടായി. തുടർന്ന് സഭയിലെത്തിയപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. പ്രധാനമായിട്ടും പ്രതിപക്ഷം മുന്നോട്ട് വെച്ച വാദങ്ങൾ ഇതിൽ കൃത്യമായ നടപടി വേണം, കൃത്യമായി തന്നെ ഭരണപക്ഷ 2 MLA-മാർക്കും ഒപ്പം തന്നെ ഈ വാച്ച് ആൻഡ് വാർഡ് ചീഫ് മാർഷലിനെതിരെ നടപടി സ്വീകരിക്കണമെന്നതാണ്. പ്രധാനമായിട്ടും ഭരണപക്ഷത്തിന്റെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? സഭയിൽ എന്താണ് പ്രധാനമായും ഇന്ന് നടന്നത്? ഗീസ്, രമ്യമായ പ്രശ്നപരിഹാരം ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്പീക്കർ ഇന്ന് രാവിലെ കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചത്. പക്ഷേ ഈ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും വിധം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ തന്നെ നേർക്കുനേർ വാക്കേറ്റം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഈ കക്ഷി യോഗത്തിൽ ഉണ്ടായത്. അടിയന്തര പ്രമേയം എല്ലാ വിഷയങ്ങൾക്കും അനുവദിക്കാനാകില്ല എന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ എടുത്തു. ഇതിന് അതേ നാണയത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയത്. പ്രതിപക്ഷത്തിന്റെ അവകാശമായ റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാനാവില്ല എങ്കിൽ സഭ നടക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇരുവരും പരസ്പരം വാക്പോര് നടന്നു. പിന്നീട് അതിനുശേഷം പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് വൈകാരികവും പ്രകോപനപരവുമായി പ്രതിപക്ഷ നേതാവ് സഭയിൽ സംസാരിക്കുന്നു എന്നുള്ള ഒരു വിമർശനമായിരുന്നു. അതിനുശേഷം മറുപടി സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആരാണ് ബാലൻസ് തെറ്റി സംസാരിക്കുന്നത് എന്ന ചോദ്യമായിരുന്നു ആദ്യം പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അങ്ങനെ ഒരു ജൂനിയറായ MLA സംസാരിക്കുമ്പോൾ, മാത്യു കോയൽനാടനെ പോലെയുള്ള ജൂനിയറായ MLA സംസാരിക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രി എത്ര തവണ ഇടപെട്ടു എന്ന മറു ചോദ്യം ചോദിച്ചുകൊണ്ടായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിൽ വിമർശനത്തിന് PD സതീശൻ മറുപടി നൽകിയത്. ഏതായാലും ഇരുവരും ഈ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ പരസ്പരം വാക്കേറ്റം ഉണ്ടായതിനു ശേഷം ഒരു രമ്യമായ പ്രശ്നപരിഹാരം ഈ യോഗത്തിൽ ഉണ്ടായില്ല. തുടർന്ന് സഭാ നടപടികൾ ആരംഭിച്ചു. സഭയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. പ്രതിപക്ഷം 2 ആവശ്യങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ചു. ഒന്ന്, കഴിഞ്ഞ ദിവസം ഈ പ്രതിപക്ഷ MLA-മാരെ മർദ്ദിച്ച ഭരണപക്ഷ MLA-മാർക്കെതിരെയും വാച്ച് ആൻഡ് വാർഡിനെതിരെയും നടപടി വേണം. ഇതായിരുന്നു ഒരാവശ്യം. മറ്റൊന്ന്, നേരത്തെ മുഖ്യമന്ത്രിയുമായി പ്രതിപക്ഷ നേതാവ് ഇടയാൻ കാരണമായ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട വിഷയം. ഈ 2 കാര്യങ്ങളും സഭയിലും പ്രതിപക്ഷം ഉന്നയിച്ചു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു തീരുമാനം എന്നുള്ള നിലയിൽ നിലപാട് വ്യക്തമാക്കാൻ സ്പീക്കർ തയ്യാറായില്ല. ഇതോടുകൂടി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധം ആരംഭിച്ചു. ഈ ഒരു പ്രതിഷേധം തുടർന്ന ഒരു ഘട്ടത്തിൽ സഭാ നടപടികൾ, അജണ്ടകളൊക്കെ തന്നെ കാര്യവിവര പട്ടികയിലെ അജണ്ടകൾ സ്പീക്കർ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ശരത്തൊപ്പം തന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഭരണപക്ഷ MLA-മാർക്കെതിരെയും ഒപ്പം തന്നെ പ്രതിപക്ഷ MLA-മാർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ. ഈ അഞ്ച് പ്രതിപക്ഷ MLA-മാർക്കാണ് ഇപ്പോൾ 5 പ്രതിപക്ഷ MLA-മാർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വനിതാ വാച്ച് ആൻഡ് വാർഡ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസാണ് 5 UDF MLA-മാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അനൂപ് ജേക്കബ്, PK ബഷീർ, ഉമാ തോമസ്, KK രമ, റോജി M ജോൺ ഈ MLA-മാർക്കെതിരെയാണ് പ്രതിപക്ഷത്ത് നിന്ന് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ഭരണപക്ഷ MLA-മാർക്കെതിരെയും മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ H സലാം, സച്ചിൻ ദേവ് എന്നീ 2 MLA-മാർക്കെതിരെയാണ് എന്നീ 2 ഭരണപക്ഷ MLA-മാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫാണ്. സനീഷ് കുമാർ ജോസഫിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ 2 പേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. കൂടാതെ ഡെപ്യൂട്ടി ചീഫ് മാർഷലിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഡെപ്യൂട്ടി ചീഫ് മാർഷൽ
നേതാക്കൾ ഇന്നലെ ഈ MLA-മാരെ മർദ്ദിക്കുന്നതിന് നേതൃത്വം നൽകിയെന്നുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷം. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി ചീഫ് മാർഷലിന്റെ പേരും സനീഷ് കുമാർ ജോസഫ് പരാതിയായി എഴുതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡെപ്യൂട്ടി ചീഫ് മാർഷലിനെതിരെയും ഏതായാലും കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരത്തൊപ്പം തന്നെ ഈ അടിയന്തര പ്രമേയം എല്ലാ വിഷയത്തിലും അടിയന്തര പ്രമേയത്തിന് അല്ലെങ്കിൽ അടിയന്തര പ്രമേയം അനുവദിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതിനോടുള്ള പ്രതിപക്ഷത്തിന്റെ സമീപനം ഏത് തരത്തിലായിരുന്നു? പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ആനുകൂല്യം അങ്ങനെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഒരു വിഷയത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ഏതായാലും പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഒരു വാലാട്ടി നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാവാൻ തയ്യാറല്ല എന്നായിരുന്നു ഈ ഒരു വിഷയത്തിൽ അല്പസമയം മുൻപ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. സ്പീക്കർ വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. എല്ലാ വിഷയത്തിലും അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. അനുവദിച്ചില്ലെങ്കിൽ സഭ നടക്കില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. കക്ഷി യോഗത്തിന് ശേഷം പ്രതിപക്ഷ പ്രതിഷേധം സഭയിലും ആവർത്തിച്ചതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്ന് സ്പീക്കറും പ്രതികരിച്ചു. അതേസമയം 5 UDF MLA-മാർക്കെതിരെയും 2 ഭരണപക്ഷ MLA-മാർക്കെതിരെയും കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിന്റെ പേരിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ശരത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.